ഇല്ല. ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ ഈ ഒരു നിസാരവൽക്കരണം, ഈ രാഹുലിനെ നിസാരമായി കണ്ടുകൊണ്ടുള്ള കമന്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ഷോലെ സിനിമയിലെ മൗസി പ്രയോഗം അതവിടെ എടുത്തു പറയുന്നു ലോക്സഭയിൽ നരേന്ദ്രമോദി. അതുപോലെ തന്നെ ബാൽബുദ്ധി എന്നുള്ള കാര്യം പറയുന്നു. പാരസൈറ്റ്, പരാതജീവിയായി മാറുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യം പറയുന്നു. 13 സംസ്ഥാനങ്ങളിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് പറയുന്നു. 99 ഔട്ടായി എന്ന് പറയുന്നു. ഇതൊക്കെ ഈ മോദിയുടെ ഒരു സ്റ്റൈലാണ്. അതിൽ പക്ഷേ കോൺഗ്രസ് വീണു പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ പറയാം. കാരണം ഇതിനേക്കാൾ വലിയ വിമർശനങ്ങളും കളിയാക്കലുകളും ഉണ്ടായിട്ടും ഞങ്ങൾ എത്തിയല്ലോ 240 സീറ്റുകളിൽ എന്ന് നിങ്ങൾക്ക് പറയാം. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം 2014 മുതൽ കഴിഞ്ഞ 10 വർഷം രാഹുൽ ഗാന്ധി സംസാരിച്ചത് മുഴുവൻ ഇന്ത്യയുടെ തെരുവുകളിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങ് കിഴക്ക് മണിപ്പൂർ മുതൽ അങ്ങ് പടിഞ്ഞാറ് മഹാരാഷ്ട്ര വരെയും ബോംബെ വരെയും മുംബൈ വരെയും അദ്ദേഹം സംസാരിച്ച രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എന്താണോ ഈ രാജ്യത്തെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തത്, എന്താണോ അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളോട് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അത് ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ അത് മുഴങ്ങിയ ഒരു ശബ്ദമായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത്. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും പാർലമെന്റിൽ ഒരു സംസാരിക്കാൻ ഇതുപോലൊരു വേദി, ലോക്സഭയിൽ ഇതുപോലെ സംസാരിക്കാൻ ഒരു വേദി ഇതിനു മുമ്പ് ഒരിക്കലും കിട്ടിയിരുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവിന് പോലും കിട്ടിയിരുന്നില്ല. കാരണം നമുക്കറിയാം, എല്ലാം എന്ന് പറയുന്നത് ഭരണപക്ഷം അങ്ങ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിന്റെ വലിയൊരു ആധിപത്യമായിരുന്നു കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചും ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ പോലും എത്ര ശക്തമായിട്ടാണ് അടിച്ചമർത്തപ്പെട്ടത് നമ്മൾ കണ്ടു. 142 എംപിമാരെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകാണുമില്ലാത്ത വിധം 142 എംപിമാരെ ഒറ്റയടിക്കാണ് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞതുപോലെ, അദ്ദേഹം പുതുതായി ഒന്നും ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണോ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, കാരണം അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം ഒരു പോരാട്ടം, എന്താണ് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയിലൂടെയൊക്കെ വളരെ കൃത്യമായി തന്നെ. കാരണം എന്താ, ഈ രാജ്യത്തിന്റെ ശബ്ദം, കാരണം ഈ രാജ്യത്തെ കുറിച്ച് 2 നരേറ്റീവുകളുണ്ട്. ഒന്ന് കോൺഗ്രസും അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു നരേറ്റീവ്, ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്, ആർക്കും ഈ രാജ്യത്ത് ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല, ഈ രാജ്യത്തെ ഉയർന്നു നിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്, ഈ രാജ്യത്തെ എല്ലാ അരികുവൽക്കരിക്കപ്പെടുന്ന ശബ്ദങ്ങളും, അത് ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ, ദളിതരായിക്കോട്ടെ, പിന്നോക്കക്കാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളായിക്കോട്ടെ, എല്ലാവരുടെയും ശബ്ദം റെപ്രസെന്റ് ചെയ്യപ്പെടണം. പക്ഷേ മോദിയും BJP-യും, പ്രത്യേകിച്ച് പറയുന്നത് മോദിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം BJP-യുടെയും RSSന്റെയും ഏറ്റവും വലിയ അതിന്റെ പ്രയോക്താവ് എന്ന് പറയുന്നത് മോദിയാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോലും വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം അദ്ദേഹം മുന്നോട്ട് വെച്ച അജണ്ടകൾ. അപ്പോൾ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ BJP-യും മോദി റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം രണ്ടും വളരെ ഘടകവിരുദ്ധമാണ്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 10 വർഷം ഈ മോദിയുടെ രാഷ്ട്രീയത്തിനായിരുന്നു അപ്രമാദിത്വം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മോദി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനായിരുന്നു വലിയ മേൽക്കൈ ഈ രാജ്യത്ത് കിട്ടിയിരുന്നെങ്കിൽ, ആദ്യമായി നമുക്കറിയാൻ പറ്റും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം കൂടി കൃത്യമായി തന്നെ റെപ്രസെന്റ് ചെയ്യപ്പെടുവാനുള്ള സ്പേസ് ലോക്സഭയിൽ കിട്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾ മുഴുവൻ, അത് ഈ രാജ്യത്തെ ഞാൻ പറഞ്ഞതുപോലെ കർഷകരുടെ വിഷയങ്ങളായിക്കോട്ടെ, അഗ്നിവീറിന്റെ പ്രശ്നമായിക്കോട്ടെ, മണിപ്പൂരിന്റെ വിഷയമായിക്കോട്ടെ, നമുക്കറിയാം മോദി നല്ലൊരു പ്രഭാഷകനാണ്, അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. അദ്ദേഹം വളരെ വളരെ മനോഹരമായി അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ, നാടകങ്ങൾ നമ്മുടെ ലോക്സഭ കണ്ടിട്ടുണ്ട്, പാർലമെന്റ് കണ്ടിട്ടുണ്ട്. മണിപ്പൂരിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ 132 മിനിറ്റ് സംസാരിച്ച മോദി 130 മിനിറ്റും മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ സംസാരിച്ചു പോയ അദ്ദേഹത്തിന്റെ പ്രസംഗ മാർഗവും ശൈലിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന മോദിയുടെ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പുതുമയുമില്ല. കാരണം ആക്ഷേപം, കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. ഒരിക്കലും അദ്ദേഹം പ്രതിപക്ഷ ശബ്ദങ്ങൾ അംഗീകരിക്കില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അദ്ദേഹം എത്രമാത്രം അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമാണ്, എത്രമാത്രം പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എന്ന് പറയുന്നത് അതിനകത്ത് പുതുമയില്ല. കാരണം അദ്ദേഹം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കാലങ്ങളായി അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസംഗ ശൈലിയും ആ നരേറ്റീവും ആ ആശയങ്ങളും ഇന്ന് ലോക്സഭ. പക്ഷേ രാജ്യം ശ്രദ്ധിച്ചത്, അതാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ മോദി സംസാരിച്ചു, രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം ചർച്ച ചെയ്തത് ആര് ഉന്നയിച്ച വിഷയമാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ കൊണ്ടുവന്ന അദ്ദേഹം തൊടുത്തുവിട്ട അസ്ത്രങ്ങള് വളരെ കൃത്യമായി തന്നെ എന്താ, BJP പറയുന്ന ഹിന്ദുത്വം. ഇന്നലെ ഏറ്റവുമായി രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്ത മുഴുവൻ എന്താണ്, BJP കൃത്യമായി പറഞ്ഞു, ഈ ഹിന്ദുയിസത്തിന്റെ മുഴുവൻ കുത്തക, അല്ലെ ഹിന്ദു ആശയങ്ങളുടെ മുഴുവൻ കുത്തക അത് BJP-യോ മോദിയോ RSS എടുക്കുന്നില്ല. കാരണം ഈ പറയുന്ന, നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ BJP പറയുന്ന ഹിന്ദുയിസം അല്ല യഥാർത്ഥ ഹിന്ദുയിസം എന്ന് പറയുന്നത്. യഥാർത്ഥ ഹിന്ദുയിസം എന്ന് പറയുന്നത്
അത് സമഭാവനയുടേതാണ്, അത് എന്ന് പറയുന്നത് അക്രമരാഹിത്യത്തിൻ്റെതാണ്, അത് എന്ന് പറയുന്നത് അഹിംസയുടേതാണ്, അത് എന്ന് പറയുന്നത് സഹിഷ്ണുതയുടേതാണ്, എല്ലാത്തിനെയും കൂട്ടിനിർത്തുന്നതാണ്. ഇന്ത്യയുടെ യഥാർത്ഥ DNA എന്ന് പറയുന്നത് ആ മഹത്തായ ഹിന്ദുവിസമാണ്. എല്ലാത്തിനെയും അസിമുലേഷൻ എല്ലാത്തിനെയും കൂട്ടിനിർത്തുന്നു. ഇങ്ങനെ വളരെ കൃത്യത്തിന് അദ്ദേഹം അറ്റാക്ക് ചെയ്തു. അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട്. ആ മതാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതത്തിന് പോലും തിരുത്തിയില്ല. അതാണ് കൃത്യമായി അയോധ്യയിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. കാരണം BJP ബിൽഡ് ചെയ്ത് മുന്നോട്ട് വെച്ച ഈ രാമക്ഷേത്ര സങ്കല്പം, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആ രാമക്ഷേത്രം, അല്ലെങ്കിൽ ഏത് ആശയത്തിന്മേലാണ് BJP ഈ രാജ്യത്ത് പടുത്തുയർത്താൻ തുടങ്ങിയ ആഗ്രഹിച്ച മതാധിഷ്ഠിത രാഷ്ട്രീയം? അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ആ മതാധിഷ്ഠിത രാഷ്ട്രീയം തകർന്നു വീഴ്ത്തു. അയോധ്യയിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ വളരെ കൃത്യമാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതവിശ്വാസത്തിന്റെ ആ വിശ്വാസികളെ റെപ്രസെന്റ് ചെയ്യുവാൻ BJPക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അതിന്റെ പിന്തുണയും ശരി, ഇക്കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ പറഞ്ഞതെങ്കിൽ